ഹായ് എവ്രിവൺ. നമ്മുടെ ഐഫോൺ 16 വെച്ച് ട്രാവൽ ചെയ്യാനുള്ള ഒരു പദ്ധതി എനിക്കുണ്ട്. സോ ആപ്പിൾ സ്റ്റോറിൻ്റെ ഡൽഹി വിസിറ്റ് അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൻ്റെ സാക്കറ്റ് എന്ന് പറഞ്ഞ സ്റ്റോർ ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ത്രൂ ഔട്ട് ജേർണിയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഐഫോൺ 16 തന്നെയാണ്. ഈ ഒരു ഡിവൈസിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ആപ്പിൾ സ്റ്റോറിൻ്റെ ആ ഒരു വിസിറ്റിൻ്റെ ബ്ലോഗ് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. സോ ദിസ് ഇസ് എവിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക. Meanwhile, relax and enjoy your flight, okay? ഇപ്പോൾ നമ്മൾ ഡൽഹി എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഫോണിൽ ഐഫോൺ 16 61% ചാർജ് 61% ചാർജ് ഉണ്ട്. ഇനി ഇന്നത്തെ ദിവസം ഫുള്ള് ഈ ഒറ്റ ചാർജ് ഉണ്ട്. 61% എത്ര നേരം നിൽക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തിട്ടും ഈ പറയുന്ന മാപ്പ് ഇട്ടും യൂബർ എടുത്തും അങ്ങനെ എല്ലാ കാര്യം എടുത്തിട്ടും നമുക്ക് നോക്കാം എത്ര നേരം ഈ പറഞ്ഞ ചാർജ് 90 to 0 വരെ 90 to 10 വരെ എത്ര നേരം നിൽക്കും നോക്കാമല്ലോ. ഐഫോണിൽ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം ഡൈനാമിക് ഐലൻഡ് തന്നെയാണ്. കാരണം ഒരു ഊബർ ബുക്ക് ചെയ്തു ഈസി ആയിട്ട് എനിക്ക് ആക്സസ് ചെയ്യാം. ലൈവ് ലൊക്കേഷൻ അല്ലെങ്കിൽ ലൈവ് ആക്ടിവിറ്റി എന്ന ഓപ്ഷനുകളുണ്ടെങ്കിൽ ഈസി ആയിട്ട് എനിക്ക് ഓരോ ക്യാബും അല്ലെങ്കിൽ എന്താണ് ഞാൻ ഊബർ ബുക്ക് ചെയ്തത് കറക്റ്റ് ലൈവായിട്ടുള്ള കാര്യങ്ങൾ അപ്പം എനിക്കറിയാൻ പറ്റും വിത്തൗട്ട് എനി ഹെസിറ്റേഷൻസ്. കാരണം ഏത് നേരവും എനിക്ക് ഫോൺ ഓപ്പൺ ചെയ്ത് ആപ്പ് എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ ഈ പറഞ്ഞ ലോക്ക് സ്ക്രീനിൽ ഉൾപ്പെടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഐഫോണിലെ ഡൈനാമിക് ഐലൻഡിൻ്റെ ആ ഒരു യൂസേജ് നല്ല രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയാൽ ഐഫോണിലെ ആ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് കുറേ അധികം യൂസ് ചെയ്യാൻ പറ്റും.
as I said, Apple ecosystem is awesome because ഞാനിപ്പോൾ ക്യാബിൽ കയറി എൻ്റെ വാച്ചിൽ അപ്പോൾ തന്നെ ഇപ്പോൾ ഡ്രോപ്പ് ഓഫിൻ്റെ ടൈമും ബാക്കി എല്ലാ കാര്യങ്ങളും സീംലെസ് ആയിട്ട് വരും. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ബാക്കിയുള്ള എല്ലാ ഈ പറഞ്ഞ ഗാഡ്ജറ്റ്സുള്ള ഒരു സംസാരമുണ്ട്. അത് ആപ്പിളിന് മാത്രം തരാൻ പറ്റുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പേർക്കാണ്. അതുകൊണ്ട് എന്നൊക്കെ തന്നെയാണ് ആപ്പിൾ എക്കോസിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഇപ്പോഴും ബാക്കിലേക്ക് വേറൊരു ഡിവൈസിലേക്ക് പോകാനോ അല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻസോ സെറ്റപ്പോ ഒക്കെ യൂസ് ചെയ്യാനായിട്ടൊരു മടി. കുറേ പേര് പറയുന്നുണ്ട് ഐഫോൺ എടുത്ത് തന്നെ പിന്നെ ഐഫോൺ തന്നെയായിരിക്കുന്നത്. ബിക്കോസ് ഇതൊക്കെ തന്നെയാണ് എൻ്റെ കാരണം. ഈ ഒരു എക്കോസിസ്റ്റവും ആ ഒരു കസ്റ്റമേഴ്സിന് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ മൈൻഡ് ബ്ലോവിങ്. അങ്ങനെ ആപ്പിളിൻ്റെ രണ്ടാമത്തെ ഒഫീഷ്യൽ സ്റ്റോറായിട്ടുള്ള ആപ്പിൾ സാക്കറ്റ് ഡൽഹിയിലാണുള്ളത്. സോ ആ ആപ്പിൾ സാക്കറ്റിലേക്ക് ജസ്റ്റ് നമുക്കൊന്ന് പോകാം. അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഡൽഹിയിലെ നല്ല തണുപ്പാണ്, ചുണ്ടൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ് ബാം അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്കും ചുണ്ടൊക്കെ വരണ്ട് ഒട്ടി കരിവാളിച്ചിരിക്കും. അതുകൊണ്ട് ലിപ് ബാം എണ്ണ നല്ല തണുപ്പായിട്ടുണ്ട് ആക്ച്വലി. ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഒരു 8 ഡിഗ്രി എന്നാണ് ഇവിടുത്തെ തണുപ്പ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 16 ഡിഗ്രിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോണിൽ ചാർജ് 20% മാറിയിട്ടുണ്ട്. ഇനി എൻ്റെ മാക്സേഫിൻ്റെ ഒരു ചാർജർ ഉണ്ട്, അത് വെച്ച് ചാർജ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ നേരം നമുക്ക് ചാർജ് കിട്ടും. മാക്സേഫിൻ്റെ ചാർജർ ബാക്കിൽ ഇങ്ങനെ പ്ലച്ചിനെ അങ്ങ് ഒട്ടിച്ചാൽ മതി. ടെക്നോളജി. ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ഗാഡ്ജറ്റിന്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം. അതുകൊണ്ട് പിന്നെ അത് തപ്പിപ്പോണ്ട. ഓക്കെ, എത്ര മണിയായി? 5:51. 20%, 12% ചാർജ് ഉള്ളൂ. ജസ്റ്റ് ചാർജ് ഇട്ടേക്കാം. അതിങ്ങനെ ബാക്കിൽ ചുമ്മാ ഒട്ടിച്ചാൽ മതി. അപ്പോൾ ചാർജ് കയറിക്കോളും, സുഖമാണ്. ഇതിന് 100% ചാർജ് ഉണ്ട്. എമർജൻസി സിറ്റുവേഷനിൽ മാത്രം ഈ പറയുന്ന മാക്സേഫ് ആയാലും പവർ ബാങ്ക് ആയാലും യൂസ് ചെയ്യാൻ നോക്കിയാൽ മതി. എമർജൻസി സിറ്റുവേഷൻ മാത്രം. നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്ലഗ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ പ്ലഗ് ചെയ്യുക. ഞാൻ ആപ്പിൾ സ്റ്റോറിൽ പോയപ്പോൾ അവിടെ കുത്തിടാന്ന് ചോദിച്ചു, പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ അവിടുത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പ്രൈവസി പോളിസി അത് ഇത് ചക്കമ്മങ്ങ തേങ്ങ. സോ അതുകൊണ്ട് എനിക്ക് അവിടെ ചാർജ് എത്താൻ പറ്റിയില്ല. ഞാൻ അതുകൊണ്ട് മാക്സേഫിലാണ് ചാർജ് എത്തുന്നത്. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് 55% എന്തായാലും ചാർജ് കയറും. നമുക്ക് നോക്കാം. നല്ല തണുപ്പായി തുടങ്ങി. 18 ഡിഗ്രി എന്തുമായി ഇവിടെ. ഫുഡ് കഴിക്കണം, അതേപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കണം. ഇത്ര ലേറ്റ് ആവുമെന്ന് ഞാൻ കരുതിയില്ല, ഇത്ര രാത്രിയാവുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും ഇവിടെ ഒരു കടയുണ്ട്, എന്തായാലും കഴിച്ചു നോക്കട്ടെ. കുറച്ചധികം നേരം നടന്നപ്പോഴത്തേക്കും ആപ്പിൾ വാച്ചിൽ ചോദിക്കുകയാണ്, വർക്കൗട്ടാണോ നടക്കുകയാണോ നിങ്ങൾ വർക്കൗട്ട് ട്രാക്ക് ചെയ്യും? ആപ്പിൾ, യു ഗൈസ് ആർ അമേസിങ്. കാരണം ഈ പറയുന്ന കുറച്ച് നേരം നടന്നപ്പോഴത്തേക്കും വർക്കൗട്ട് സീരിയസ്ലി നോക്ക് ഉണ്ടോ, വർക്കൗട്ട് ഔട്ട്ഡോർ വാക്കല്ലേ, നിങ്ങൾ ട്രാക്ക് ചെയ്യും, നിങ്ങളുടെ ഹാർട്ട് ബീറ്റിങ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് തരാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ബൈ മിസ്റ്റേക്ക് കുറേ കാര്യങ്ങൾ പഠിക്കും.
അതിൽ കൂടെയാണ് കുറേ ആക്ച്വൽ ഫീച്ചേഴ്സ് നമ്മൾ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എല്ലാം അറിയണം. ഇപ്പോൾ ഈ വീഡിയോസും ഈ എല്ലാം കാണണം. ഫ്രണ്ട് ക്യാമറ iPhone 17 16 ഫ്രണ്ട് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇല്ലേ? എനിക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. വലിയ സ്മഡ്ജോ അതേപോലെ തന്നെ ക്ലാരിറ്റി കുറവോ അങ്ങനൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇടയ്ക്ക് ലൈറ്റിങ്ങിൻ്റെ ഡിഫറൻസ് വരുമ്പോൾ അത് പെട്ടെന്ന് നടന്ന് പോവല്ലേ. അപ്പോൾ ലൈറ്റിങ് പിന്നെ ആ ഗ്ലെയേഴ്സ് കണ്ടോ ഇവിടെ ഒരു ഗ്ലെയർ വന്നില്ലേ. ഐഫോണിൽ ഇപ്പോഴും ആ ഒരു ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഗ്ലെയേഴ്സ് വരുന്നത്. അതും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ക്യാമറയുടെ വീഡിയോഗ്രാഫി ഒന്നും കൂടെ ഒരു ബെസ്റ്റ് ലെവലിലേക്ക് ഐഫോണിൻ്റെ വീഡിയോഗ്രാഫി ഉയരും, ഉറപ്പാണ് ആ കാര്യം. ഇയാളൊന്നും ഒറ്റയ്ക്ക് ഒരു കാര്യം മാത്രം എനിക്ക് പിടിക്കാത്തത്, ഇടക്കിടക്ക് ഇയാൾ തുപ്പും മറ്റേ ചവച്ചിട്ട് ആയിട്ടുണ്ട് അവസാനം. ഒത്തിച്ചൊക്കെ ഇയാൾ പോകണം. ചെറുക്ക് ഇങ്ങനെ പാമ്പ് പോകാനൊക്കെ പോണ്ട്. ആംബുലൻസിനൊന്നും പോവാൻ സമയം സ്ഥലമില്ല, തിരക്ക് കാരണം. ഡൽഹി വെരി റഷ് ഏരിയ, വെരി. iPhone 16 എനിക്ക് ഈ ട്രാവലിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുള്ളത് ക്യാമറ ഇടക്കിടക്ക് ഫ്രീസ് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ഗോഡ് ഗ്രേസ് എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കോണ്ടാക്റ്റിൽ നിന്ന് ഞാൻ ഓൺ ട്രാവലിംഗ് ചില ഷോട്ടിൽ എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ സ്റ്റക്കായി പോയി. എന്നിട്ട് ജസ്റ്റ് ഹോമിലേക്ക് പോകും, പിന്നെ തിരിച്ച് ക്യാമറ എടുക്കുമ്പോൾ ആക്സസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇച്ചിരി പ്രശ്നമാണത്. അതോടൊപ്പം തന്നെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇഷ്യൂ മാറുന്നുണ്ട്. iPhone 16 ക്യാമറ ഫ്രീസിങ് ഉണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ ക്യാമറ ഫ്രീസിങ് ഒക്കെ എന്തെങ്കിലും ബഗ് ഉണ്ടാവുമായിരിക്കും. അതായത് നമ്മുടെ വീഡിയോ തൊട്ട് അത് കമന്റ് ചെയ്യും. നമ്മൾ കുറേ കൂട്ടുകാർ ഇപ്പം ഞാൻ സുൽപ്പക്കൻ്റെ വീഡിയോയിലോട്ടം കണ്ടായിരുന്നു ക്യാമറ ഫ്രീസിങ്ങിൻ്റെ കാര്യം. ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പ്രൊഫഷണൽ കേസില്ലാതെ തന്നെ കുറേ കൂട്ടുകാർ ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ഈ ക്യാമറ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അത് പിന്നീട് പണിയാവും. സോ അതെന്തായാലും നോട്ടീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ മാറ്റേണ്ട റിസോൾവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് 0.5x ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല ക്യാമറ ക്വാളിറ്റി ഉണ്ട്, അതേപോലെ തന്നെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. അതായത് ഷോട്ടുകൾക്കൊന്നും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ 16 Pro ആണെങ്കിൽ 48 MP കിട്ടും. വാ കയറാം. അങ്ങനെ നമ്മുടെ ആപ്പിൾ സാക്കിൽ നിന്ന് ആപ്പിളിൻ്റെ 2ാമത്തെ ഒഫീഷ്യൽ സ്റ്റോറിൻ്റെ ടൂർ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ ഒരു കംപ്ലീറ്റ് ത്രൂ ഔട്ട് ജേർണിയിലും ഞാൻ യൂസ് ചെയ്തത് ഐഫോൺ മാത്രമാണ്. DSLR ക്യാമറ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ആൻഡ് ഈ പറയുന്ന ആ ഒരു ആപ്പിൾ സ്റ്റോറിൻ്റെ കംപ്ലീറ്റ് ഒരു വ്ളോഗ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടിപൊളി എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. സോ ആ ഒരു കാര്യം നിങ്ങൾക്കും കാണാൻ പറ്റും. വീഡിയോ കണ്ടില്ലെങ്കിൽ എന്തായാലും മേക്ക് ഷുവർ കാണുക. അതേപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആപ്പിളിലെ കുറേയധികം പുതിയ പുതിയ കാര്യങ്ങളും ആപ്പിൾ ടിപ്സും ട്രിക്സും എല്ലാം അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും മറ്റ് സോഷ്യൽ മീഡിയ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Gavin Xavier signing from Tinka.